പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് പോവുകയാണ്. കോർപ്പറേഷനിലേക്കുള്ള ഡെപ്യൂട്ടി മേയർമാരുടെ, നഗരസഭാ ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് ഉടൻ ആരംഭിക്കും. നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ആര്യ വിനോദുണ്ട്. ആര്യ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും ആരൊക്കെയാണ് മത്സരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് LDF നിന്നും 13ാം ഡിവിഷൻ അംഗമായ യേശുദാസാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ UDF നിന്നും 19ാം ഡിവിഷൻ അംഗമായ ദീപക് ജോയിയും NDAയിൽ നിന്നും പത്മകുമാരി 9ാം ഡിവിഷൻ അംഗമാണ് പത്മകുമാരി. ഇവർ 3 പേരുമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ ഈ ഒരു കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവർക്ക് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് ആര്യ കൊച്ചിയിൽ നിന്നും നൽകുന്നത്. കൊച്ചിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റ് കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സനൂപ് ഉണ്ട് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകാനായി. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ സനൂപ്? അവിടെ UDFിൽ നിന്നും മേരി പുഷ്പവും, LDFിൽ രാഗി രവികുമാർ, NDയിൽ നിന്ന് ആശാ GS അല്ലേ മത്സരിക്കുന്നത്? എന്താണ് ഈ മത്സരത്തിന്റെ പൂർണ്ണ വിവരം? അജി, ഡെപ്യൂട്ടി മേയറെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് GS ആശാനാഥാണ്. LDFിന് വേണ്ടി രാഖി രവികുമാറും UDFിന് വേണ്ടി മേരി പുഷ്പവും മത്സരിക്കുന്നുണ്ട്. 3 പേരും നേരത്തെ കൗൺസിലർമാരായിട്ട് ഇരുന്നിട്ടുള്ളവർ തന്നെയാണ്. ശക്തമായിട്ടുള്ള മത്സരത്തിലേക്കൊന്നും പോകില്ല. കാരണം നമ്മൾ രാവിലെ മേയറുടെ തിരഞ്ഞെടുപ്പ് കണ്ടതാണ്. കാരണം BJPക്ക് 51 അംഗസംഖ്യയുണ്ട്. 50 BJPക്കാരും ഒരു സ്വതന്ത്രന്റെ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് 1ാം ഘട്ടത്തിൽ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് GS ആശാനാഥിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പകരം ഇനിയിപ്പോൾ എത്ര വോട്ട് അസാധുവായി പോകും തുടങ്ങിയ വിവരങ്ങൾ മാത്രം നമുക്ക് ലഭ്യമായാൽ മതി. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഈ പ്രക്രിയയൊക്കെ തന്നെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. രാവിലത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ VV രാജേഷിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ ഒരു കോർപ്പറേഷനിലെ മേയറായിട്ട് തിരഞ്ഞെടുത്തു. VV രാജേഷിന് 51 വോട്ടാണ് കിട്ടിയത്. LDFിന് 29 വോട്ടും കിട്ടി. UDFിന് 17 വോട്ടും കിട്ടി. അതിൽ യഥാർത്ഥത്തിൽ UDFിന് കിട്ടേണ്ടിയിരുന്നത് 19 വോട്ടായിരുന്നു. പക്ഷേ 2 വോട്ടുകൾ അസാധുവായി പോയി. വെങ്ങാനൂർ കൗൺസിലറുടെയും നന്തൻകോട് കൗൺസിലറുടെയും വോട്ടുകൾ അസാധുവായി പോയി. സ്ലിപ്പിന്റെ പുറകിൽ ഒപ്പിടാൻ മറന്നതാണ് ഈ 2 പേർക്കും വോട്ട് അസാധുവാൻ കാരണം. അങ്ങനെ ആ നാണക്കേട് കൂടി ഇപ്പം ഒഴിവാക്കേണ്ടതുണ്ട് UDFിന്. അതുകൊണ്ട് 19 വോട്ടുണ്ട്. ആ 19 വോട്ടും ലഭ്യമാകേണ്ടതുണ്ട്. രാവിലെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരു കൗൺസിലർ പൗണ്ടക്കടവിൽ നിന്നുള്ള സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 99 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. എന്തായാലും ആശാനാഥ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ആവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അജി, സനൂപാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ വിവരങ്ങൾ. കൊല്ലത്തെ വിവരങ്ങൾ നൽകാനായി ലിജോ ഉണ്ട്. ലിജോ, കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കൊല്ലത്തെ വിവരങ്ങൾ? അജി, കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതേയുള്ളൂ. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അതിൽ UDFിൽ നിന്നും മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഡോക്ടർ ഉദയ സുകുമാരനാണ്. ഉദയ സുകുമാരൻ UDFിൽ നിന്ന് മത്സരിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് CPIയിൽ നിന്നുള്ള സുജയാണ്. ഒപ്പം തന്നെ BJPയിൽ നിന്നും 3ാം തവണ കൗൺസിലിലേക്ക് എത്തിയിരിക്കുന്ന ശൈലജയും മത്സരിക്കും. ഇതിൽ രാവിലെ നടന്നതുപോലെ തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ SDPയുടെ പിന്തുണ UDFിന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോഴായിരിക്കും അതുണ്ടാകാതിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 28 പേരുടെ പിന്തുണയായിരിക്കും UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഉദയ സുകുമാരൻ ലഭിക്കുക.
16 പേർ LDF-നെയും 12 പേരുടെ പിന്തുണ BJPക്കും ലഭിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ തർക്കങ്ങളായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി കൊല്ലത്തുണ്ടായിരുന്നത്. ആ തർക്കങ്ങളൊക്കെ പൂർണ്ണമായും പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ ഇതുവരെയും അതിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഒരു നിലപാടെടുത്ത് 22 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. മാത്രമല്ല സാമുദായിക സമവാക്യം കൂടെ നോക്കണം എന്നുള്ളത് കൊണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം എന്തായാലും ഡോക്ടർ ഉദയ സുകുമാരൻ തന്നെ, അതായത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഒരു പരിഹാരം എന്നോണം അവസാന ടൈമിൽ എന്തെങ്കിലും മാറ്റം വരുവാനുള്ള ഒരു സാധ്യതയും നേതാക്കൾ തള്ളിക്കളയുന്നില്ല. അജി, ശരി, കൊല്ലത്തെ വിവരങ്ങളാണ് ലിജോ നൽകിയത്. നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, കണ്ണൂരിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ആരൊക്കെയാണ് മത്സരിക്കുന്നത്? വിശദാംശങ്ങൾ. അജി, 2:30 തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. UDF-ൽ നിന്ന് മുസ്ലിം ലീഗിന്റെ KP താഹിർ, അതുപോലെ തന്നെ LDF-ൽ നിന്ന് CPM-ന്റെ തന്നെ കൗൺസിലറായിട്ടുള്ള NP അനീഷ് കുമാർ, അതുപോലെ BJP-യിൽ നിന്ന് BJP അംഗമായിട്ടുള്ള AK മജേഷ് എന്നിവരാണ് മത്സരിക്കുന്നത്. 3 കക്ഷികളും 3 മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ മേയർ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ 36 ഡിവിഷനുകളിലെ പിന്തുണയുടെ പിൻബലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് P ഇന്ദിര മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CPM-ലെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJP-യിലെ സ്ഥാനാർത്ഥിയും അവർക്ക് അവരുടെ കക്ഷി നിലക്കനുസരിച്ചുള്ള വോട്ടാണ് ലഭിച്ചിരുന്നത്. ഇതുപോലെ തന്നെയാകും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അജി, നേരെ തൃശ്ശൂരേക്ക് പോവുകയാണ്. കണ്ണൂരെ വിവരങ്ങൾ ബിജീഷ് നൽകി. തൃശ്ശൂരേക്ക് പോകുമ്പോൾ നടരാജ് ഉണ്ട്. നടരാജ്, തൃശ്ശൂര് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരം? ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ രാവിലെ 35 വോട്ടുകൾ നേടിക്കൊണ്ട് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിജി ജസ്റ്റ് വിജയിച്ചിരുന്നു. ഡെപ്യൂട്ടി മേയറായി സിവിൽ സ്റ്റേഷൻ കൗൺസിലറായ A പ്രസാദിനെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത്. രാവിലെ സംഭവിച്ചതുപോലെ തന്നെ 35 വോട്ടുകളോടുകൂടി A പ്രസാദ് ജയിച്ച് വരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മത്സരത്തിന് തയ്യാറാണ് LDF-ഉം NDA-യും. LDF CPM-ലെ അംഗമായ ഹിരണിനെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട്. NDA പാട്രായ്ക്കിൽ നിന്നുള്ള കൗൺസിലറായുള്ള കൃഷ്ണമോഹനെയും മത്സരത്തിന് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അല്പസമയം മുമ്പാണ് കൗൺസിലിനകത്തേക്ക് പോയത്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വോട്ടിംഗിലേക്ക് കാര്യം പോകുമെങ്കിൽ 56 കൗൺസിലർമാർ വോട്ട് ചെയ്യണം. നിലവിലെ വോട്ട് നില എന്ന് പറയുമ്പോൾ 33 സീറ്റ് കോൺഗ്രസിനും 13 സീറ്റ് LDF-നും 8 സീറ്റ് UDF-നും 8 സീറ്റ് NDA-ക്കും 2 വിമതരുമാണുള്ളത്. രാവിലത്തെ പോലെ ആവർത്തിക്കുകയാണെങ്കിൽ ആ 2 വിമതന്മാരുടെ വോട്ടും A പ്രസാദിന് കിട്ടുകയാണെങ്കിൽ 33+2 35 സീറ്റുകളോടുകൂടി 35 വോട്ടുകളോടുകൂടി A പ്രസാദ് ജയിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 13 വോട്ട് ഇടതുപക്ഷവും 8 വോട്ട് NDA-യും പ്രതീക്ഷിക്കുന്നു. മറ്റു മാറ്റങ്ങളോ അസാധുവാകലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു മാറ്റം വരിക. എന്തായാലും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം വോട്ടെടുപ്പ് പൂർത്തിയാക്കിയുള്ള ഒരു പ്രഖ്യാപനത്തിനായി കാതോർക്കുകയാണ്.